ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2006 ഒരു വാർ മിസ്റ്ററി മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ലൈഫ്സ് ഓഫ് അതേഴ്സ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. IMDb റേറ്റിംഗിൽ തന്നെ 8.5 റേറ്റിംഗ് കിട്ടിയൊരു മൂവിയാണ്. അപ്പോൾ തന്നെ ഈ മൂവിയുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് പറയാൻ കാരണം 2007 തന്നെ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫ്യൂച്ചർ ഫിലിമിന് വേണ്ടിയിട്ടുള്ള അക്കാഡമി അവാർഡ് വരെ ഈ മൂവി വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോറിയെ പറ്റി ഞാൻ അധികമായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്ക്, അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇനിയും ഈ ചാനലിൽ വരും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുന്നത് 1984 ജർമ്മനിയിലാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ ജയിലിലുള്ള ഒരു കുറ്റവാളിയെ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ മുറിയിൽ ചോദ്യം ചെയ്യാനായിട്ടിരിക്കുന്ന വെയ്സ്ലർ എന്ന് പറഞ്ഞ ഈ ഒരാളാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ. കുറ്റവാളികളോട് ഒട്ടും ദയയില്ലാതെയാണ് വെയ്സ്ലർ നടന്നിരുന്നത്. അതും താൻ ചെയ്യുന്ന ജോലിയിൽ ഒട്ടും തെറ്റ് കാണിക്കാതെ നേരോടെ ജോലി ചെയ്യുന്ന ഒരു ഓഫീസർ. താൻ ചോദ്യം ചെയ്യുന്ന ഒരു കുറ്റവാളി അവൻ സത്യം പറയുന്നതുവരെ ഉറക്കമില്ലാതെ അവനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരവസരത്തിൽ ആ ഒരു കുറ്റവാളി നല്ലതുപോലെ ഉറങ്ങാൻ പോലും കഴിയാതെ മയങ്ങി താഴേക്ക് വീഴുമ്പോൾ തന്റെ ട്രെയിനിങ് ടീമിലുള്ള ഒരാൾ തന്നെ ചോദിക്കുന്നുണ്ട്, സാർ, ഇതുപോലെയുള്ള അവരെ ശിക്ഷിക്കണോ? ഇത്രയും മനസാക്ഷിയില്ലാതെ ഇയാളോട് പെരുമാറണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതിന് വേറെ മറുപടിയൊന്നും പറയാതെ തന്റെ നെയിം ലിസ്റ്റിലെ അവന്റെ പേര് മാർക്ക് ചെയ്തു വെക്കുന്നു. അവസാനം ആ ഒരു കുറ്റവാളി സത്യം പറയുന്നതും അത് റെക്കോർഡ് ചെയ്തും വെക്കുന്നു. ഇപ്പോൾ ഹീറോയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവാളികളോടും ദയ കാണിക്കരുത്. അവർ ദയ ഒരിക്കലും അർഹിക്കാത്ത ആളുകളാണ്. അങ്ങനെ ആ ഒരു കുറ്റവാളിയോട് ദയ കാണിച്ചതുകൊണ്ടാണ് തന്റെ ട്രെയിനിങ് ടീമിലുള്ള ആ ഒരു പയ്യന്റെ പേരും മാർക്ക് ലിസ്റ്റിൽ മാർക്ക് ചെയ്തു വെച്ചത്. മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും താഴ്ന്നു കൊടുക്കാത്ത തന്റെ ജോലി നേരോടെ ചെയ്യുന്ന ഒരു ഓഫീസർ. ഇപ്പോഴും തന്നെ ഹീറോയുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ തന്റെ സ്റ്റുഡൻസിനെ ഒരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് കുറ്റവാളികളുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ സത്യം മനസ്സിലാക്കാം, ഒരു കേസ് എങ്ങനെയാണ് തെളിയിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഈ രീതിയിലെല്ലാം ഹീറോ നല്ലതുപോലെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ ഉയർച്ചയെന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്നില്ല. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കാതെ ഒരിക്കലും ഉയർന്ന പദവിയിലേക്ക് ഒരിക്കലും എത്താൻ കഴിയത്തില്ല. അത് ഹീറോയ്ക്ക് അറിയാം. പക്ഷെ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഹീറോയുടെ പൊസിഷൻ മാറാതെ അവൻ ഈ ഒരു സ്ഥാനത്ത് തന്നെ ഇപ്പോഴും കഴിയുന്നത്. അതും ക്യാപ്റ്റൻ എന്നുള്ള ഒരു പൊസിഷൻ. അവന്റെ സുഹൃത്താണെങ്കിലോ വേറൊരു പൊസിഷനിലേക്ക് അടുത്ത ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമല്ല, മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ അവൻ അവിടേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയോട് സംസാരിച്ച് ഏതോ സ്റ്റേജിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്, അത് കാണാനായിട്ട് നമുക്ക് പോകണമെന്നും പറഞ്ഞ് ഹീറോയും കൂടിയിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് പോവാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ അവിടെ ഒരു നാടകമാണ് നടക്കുന്നത്. ഇപ്പൊ അവിടെ വരാൻ കാരണം ഹീറോയെ കൊണ്ടുവന്ന ആ ഒരു മേലധികാരി ഹീറോയോട് പറയുന്നത്, ഇന്ന് മുതൽ നീ ഒരാളെ ഫോളോ ചെയ്യണം, ഈ നാടകത്തിന്റെ റൈറ്റർ ആയിട്ടുള്ള ഡ്രെയ്മൻ. ഇപ്പൊ അയാളെ കാണുമ്പോൾ ഹീറോയും പറയുന്നുണ്ട്, എനിക്ക് അവനെ സംശയമുണ്ടെന്ന്. ഇപ്പോൾ ഡ്രെയ്മൻ എന്ന് പറഞ്ഞ ഈ ഒരു റൈറ്ററിനെ ഫോളോ ചെയ്യാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ആ കാലഘട്ടത്തിലെ ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാലഘട്ടത്തിലെ ജനങ്ങളെ തന്നെ മാറ്റാൻ കഴിയുന്ന ആളുകളാണ്. അവരുടെ എഴുത്തിലൂടെയാണ് പലരും ഇൻഫ്ലുവൻസ് ആവുന്നത്. അതേപോലെ തന്നെ സമൂഹത്തിലെ തെറ്റുകളെല്ലാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. അതുമല്ല ഡ്രെയ്മൻ ആണെങ്കിലോ വളരെ നീതിയോട് എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അത്രയും നല്ലവനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണെങ്കിൽ അതാർക്കാണ് പ്രശ്നം? ആ നാട്ടിലെ ഗവൺമെന്റിന് തന്നെയാണ് പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ മിനിസ്റ്റർ ഡ്രെയ്മൻ ഇനി എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, അവന്റെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവർക്ക് മുൻകരുതലോടെ ഇരിക്കാൻ കഴിയത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവനെ വാച്ച് ചെയ്യാൻ വേണ്ടി ഈ മേലധികാരി ഉണ്ടല്ലോ അവനോട് പറയും. അതുകൊണ്ടാണ് ആ മേലധികാരി ഈ കൂട്ടത്തിലുള്ളതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആള് അത് ഹീറോ ആണ്. അതുകൊണ്ട് ഹീറോയെ ഈ ജോലി ഏൽപ്പിക്കും. അങ്ങനെ ഹീറോ സ്റ്റേജിന് മുകളിൽ നിന്നിട്ട് ആ സ്റ്റേജിൽ നടക്കുന്ന നാടകം വാച്ച് ചെയ്യുമ്പോൾ ആ നാടകത്തിൽ അഭിനയിക്കുന്ന പ്രധാന നടി ഡ്രെയ്മന്റെ ഭാര്യയായിട്ടുള്ള ക്രിസ്റ്റയാണ്. ഫേമസ് ആയിട്ടുള്ള ഒരു നാടക നടിയാണ്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന ആ ഒരു മിനിസ്റ്ററും ഡ്രെയ്മന്റെ ഭാര്യയെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇപ്പൊ ഈ മേലധികാരി പറയുന്നത്, ഈ ഭാര്യനെയും അതേപോലെ തന്നെ ഡ്രെയ്മനെയും നീ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് എന്തെങ്കിലും ദുരൂഹമായിട്ട് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഞങ്ങളെ അറിയിക്കണം. ഇതാണ് നിന്റെ ജോലി എന്ന് പറയുന്നതും ഇവിടെ ഇപ്പോൾ ആ ഒരു സ്റ്റേജില് ഈ നാടകമെല്ലാം കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ ഒരു മിനിസ്റ്ററിനെ കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് ആ മിനിസ്റ്റർ ഇവരുടെ ജീവിതത്തിൽ എത്തി നോക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വേറൊന്നുമല്ല, ആ മിനിസ്റ്ററിന് ഡ്രെയ്മന്റെ ഭാര്യയുടെ മുകളിൽ ഒരു കണ്ണുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവരുടെ വീട്ടിലേക്ക് ഈ ജോലി എന്ന് പറഞ്ഞിട്ട് ഹീറോയെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ ആ ഒരു നാടകം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ചെറിയ പാർട്ടി ആരംഭിക്കുന്നതും അതിൽ ഡ്രെയ്മനും ക്രിസ്റ്റിയും ഡാൻസ് കളിക്കുകയാണ്. ഇത് കാണുമ്പോൾ ആ മിനിസ്റ്ററിന് അത് ഒരിക്കലും സഹിക്കുന്നില്ല.
അയാൾ പെട്ടെന്ന് മൈക്ക് വാങ്ങിയിട്ട് എല്ലാവരും പാട്ട് നിർത്ത്, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞ് ഡ്രെയ്മാനെ പുകഴ്ത്തുന്നു. അത് കഴിഞ്ഞ് അവന്റെ ഭാര്യയെപ്പറ്റി സംസാരിക്കുന്നു, ക്രിസ്റ്റീനെ പറ്റി ഒരുപാട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇപ്പൊ അടുത്തേക്ക് വന്നിട്ട് അവരെ പുകഴ്ത്തുന്നത് പോലെ വീണ്ടും അവരോട് സംസാരിച്ച് ക്രിസ്റ്റീനെ കെട്ടിപ്പിടിക്കുന്നു. അവളുടെ ദേഹത്ത് ആവശ്യമില്ലാത്ത രീതിയിൽ തൊടുന്നുണ്ട്. ഇപ്പോ ക്രിസ്റ്റീനയ്ക്ക് അത് ഇഷ്ടപ്പെടാതെ ക്രിസ്റ്റീനെ പെട്ടെന്ന് ഓക്കെ താങ്ക്സ് മിനിസ്റ്റർ എന്നെല്ലാം പറഞ്ഞ് അവര് രണ്ടുപേരും പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോ ഇപ്പൊ തന്റെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങാണ്. ഡ്രെയ്മാനെ ഫോളോ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഹീറോയുടെ ടീമിനെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അവരുടെ വീടിനകത്തേക്കായിരുന്നു. എന്നിട്ട് ചിലയിടങ്ങളിൽ മൈക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. കാരണം ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടി. സീലിംഗ്, ഫർണിച്ചർ, ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് ഈ ഡിവൈസ് എല്ലാം വെച്ച് ഹീറോ ഇപ്പോൾ എല്ലാ സെറ്റപ്പുകളും ചെയ്തു കഴിഞ്ഞ് വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ ഹീറോ ചിന്തിക്കുന്നത് എന്താണ്? ഡ്രെയ്മാൻ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത്, ഇവരുടെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെന്നാണ്. പക്ഷേ ശരിക്കുള്ള കാര്യം എന്താണ്? ആ മിനിസ്റ്ററിന് ക്രിസ്റ്റീന്റെ മേലൊരു കണ്ണുണ്ട്. അതുകൊണ്ട് അവളെ കിട്ടാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവും. അതിനുവേണ്ടി ഈ ഒരു ഡ്രെയ്മാനെ, അവളുടെ ഭർത്താവിനെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ മിനിസ്റ്റർ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഹീറോ ഇപ്പോൾ മറ്റൊരിടത്ത് അവരുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ആ ഒരു മൈക്കിലൂടെയും എല്ലാ കാര്യങ്ങളും കേൾക്കാൻ വേണ്ടി ഇവിടെയും ഒരുപാട് ഡിവൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് അവർ പറയുന്ന കാര്യങ്ങളും എല്ലാം കേട്ടിട്ട് വേണം അതിൽ നിന്ന് നെഗറ്റീവായിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് ഇവരുടെ അധികാരികൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഒരു വലിയ ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ വെച്ച് അവർ പറയുന്നത് എന്തൊക്കെയാണെന്ന് കേട്ടു തുടങ്ങുമ്പോഴത്തേക്കും സാധാരണ ഒരു വീട്ടിൽ എന്തൊക്കെയാണ് ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കുന്നത് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത്. ഇല്ലീഗലായിട്ടുള്ള ഒന്നും രണ്ടുപേരും സംസാരിക്കുന്നതായിട്ട് ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, എന്ത് തന്നെയായാലും ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് അയക്കണമെന്നാണല്ലോ. അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് തന്നെ ടൈപ്പ് ചെയ്ത് മേലധികാരികൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഹീറോ ആണെങ്കിലോ തന്റെ ജോലി എപ്പോഴും കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഇത്ര നാളായിട്ടും ഡ്രെയ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു എഴുത്തുകാരൻ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം തെറ്റായിട്ട് എഴുതാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുന്നു എന്ന് വിചാരിച്ചാണല്ലോ ഹീറോ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. ഇവർ തമ്മിലുള്ള ആ ഒരു ഇഷ്ടം, രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അവരൊരു നല്ല കപ്പിൾസ് ആണ്. അതിനപ്പുറം വേറെ ഒന്നും ഹീറോയ്ക്ക് തോന്നുന്നില്ല. പക്ഷെ എന്ത് തന്നെയായാലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കണമെന്നുള്ളത് കൊണ്ട് അതെല്ലാം അപ്പോഴും തന്നെ ടൈപ്പ് ചെയ്ത് അയക്കുന്നു. ഇപ്പൊ ഇത്രയും നല്ല ആളുകളായതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിൽ നിന്നും ഇതുപോലെ ഒളിഞ്ഞു കേൾക്കുന്നത് കൊണ്ട് ഹീറോയ്ക്ക് തന്നെ തന്നോടൊരു കുറ്റബോധമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോയ്ക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ക്രിസ്റ്റി ഉണ്ടല്ലോ, അവള് തന്റെ വിഷമങ്ങളെല്ലാം മാറാൻ വേണ്ടി ഈ ഡ്രഗ് എല്ലാം യൂസ് ചെയ്യും. അതെങ്ങനെയോ ഒരു പോലീസുകാർ കണ്ടുപിടിച്ച് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് അവളോട് കാര്യങ്ങളൊക്കെ പറയാണ്. ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ഡ്രഗ് എല്ലാം യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനും നിങ്ങൾക്കും അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല, ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുതെന്നെല്ലാം പറഞ്ഞ് അവളെ ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തി. വേറൊന്നുമല്ല, ആ മിനിസ്റ്റർ വിചാരിച്ചു കഴിഞ്ഞാലേ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ അവളെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിടുന്നു. അപ്പൊ ഈ കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ മിനിസ്റ്ററിനെ ക്രിസ്റ്റിയെ വേണമല്ലോ, അതുകൊണ്ടാണല്ലോ അയാൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു ദിവസം ക്രിസ്റ്റി തന്റെ റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരുവാണ്. നടന്നു വരുന്ന സമയത്ത് പുറകിലൂടെ കാറിൽ വന്ന ആ ഒരു മിനിസ്റ്റർ ക്രിസ്റ്റിയെ തന്റെ കാറിലേക്ക് നിർബന്ധിച്ച് കയറ്റുന്നു. അതുമല്ല, ഈ ഡ്രഗിന്റെ കാര്യം പറഞ്ഞിട്ട് അവളോട് കുറച്ചു നേരം സംസാരിച്ച് ആ കാറിനകത്ത് വെച്ച് തന്നെ അവളെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവന്റെ ആഗ്രഹങ്ങളെല്ലാം അവൻ ചെയ്ത് തീർക്കാണ്. എന്താണെന്ന് വെച്ചാൽ അവളോട് മോശമായിട്ട് പെരുമാറുന്നു. അതും നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അവളെ ഭീഷണിപ്പെടുത്തി തന്നെയാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആ കാറ് അവരുടെ വീടിന് വെളിയിൽ വരുമ്പോൾ ക്രിസ്റ്റി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ വെളിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ക്യാമറയെല്ലാം വെച്ചിട്ട് ഹീറോ ആ ഒരു കാർ കാണുന്നുണ്ട്. അതുപോലെ ക്രിസ്റ്റിയാണ് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതെന്നും ഈ മിനിസ്റ്ററിന്റെ കാര്യവും ഹീറോയ്ക്ക് അറിയാം. അതിലൂടെ തന്നെ ഹീറോ മനസ്സിലാക്കി ക്രിസ്റ്റിക്ക് എന്താണ് സംഭവിച്ചെന്ന്. അപ്പോൾ ഈ കാര്യം എങ്ങനെയെങ്കിലും ആ റൈറ്റർ ആയിട്ടുള്ള ഡ്രെയ്മാനെ അറിയിക്കണം. അതിനുവേണ്ടി ഹീറോ അവന്റെ വീട്ടിലെ കോളിംഗ് ബെല്ല് അടിക്കുന്നത് പോലെ ആ ഒരു സിസ്റ്റം എല്ലാം ഇവരുടെ കയ്യിൽ തന്നെയുണ്ട്. അതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഡ്രെയ്മാൻ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മിനിസ്റ്ററിന്റെ കാർ അവിടെ നിന്ന് പോകുന്നു. കാറിൽ നിന്ന് തന്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ക്രിസ്റ്റി ഒന്നും മിണ്ടാതെ വീടിനകത്തേക്ക് കയറി വരുന്നത് കാണുമ്പോൾ തന്നെ ഡ്രെയ്മാന് മനസ്സിലായി അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന്. പക്ഷെ അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അകത്തേക്ക് വന്ന് ക്രിസ്റ്റി നല്ലതുപോലെ കുളിച്ച് അവൾ ആ ബെഡിൽ വന്ന് കിടക്കാണ്. അടുത്ത് വന്നിരിക്കുന്ന ഡ്രെയ്മാനും ആ വിഷമം മനസ്സിലാക്കിയിട്ട് അവനൊന്നും പറയാൻ കഴിയാതെ നേരെ പോയിട്ട് പിയാനോ വായിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലോ അവനും അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പിയാനോ വായിച്ചതിന് ശേഷം ഡ്രെയ്മാൻ തിരിച്ച് ആ ഒരു കട്ടിലേക്ക് വന്ന് അവളോടൊന്നും ചോദിക്കാതെ അവളെ കെട്ടിപ്പിടിച്ച് അവളെ സ്നേഹിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലോ അവന്റെ മനസ്സ് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ ഡ്രെയ്മാൻ വീണ്ടും എഴുതാൻ പോവാണ്. അങ്ങനെ അവ എഴുതാൻ തുടങ്ങുമ്പോഴും അവന്റെ മനസ്സിലുള്ള ഒരേ ഒരു വിഷമം എന്താന്ന് വെച്ചാല് അന്ന് ആ ഒരു സംഭവത്തിന് ശേഷം ക്രിസ്റ്റീനയെ ഒരിക്കലും അവൻ തൊട്ടിട്ടില്ല.
കാരണം അവളെ തൊടാൻ ചെല്ലുന്ന ഓരോ നിമിഷവും അവൾക്ക് ആ ഒരു പേടി മാത്രമാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ കേൾക്കുമ്പോൾ ഹീറോയ്ക്കും ആ ഒരു കുടുംബത്തോട് ഒരു സിമ്പതി തോന്നുന്നുണ്ട്. സ്വയം അവനിൽ തന്നെ തോന്നുന്നുണ്ട്, ഞാൻ എന്തിനാ ഈ ജോലി ചെയ്യുന്നത്? എൻ്റെ നാടിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനോ അതോ ഈ കുടുംബത്തോട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ? അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു ദിവസം ക്രിസ്റ്റീന ഡ്രൈമാനോട് പറയുന്നത്, എനിക്കൊന്ന് വെളിയിൽ പോകണം, എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകണം, എന്നെ ഒന്ന് കൊണ്ടുവിടാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഡ്രൈമാന് മനസ്സിലായി അത് ആ ഒരു മിനിസ്റ്റർ വീണ്ടും ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോവാണെന്ന്. അപ്പോൾ ഡ്രൈമാൻ അവളോട് പറയും, ക്രിസ്റ്റീന, നീ ഇപ്പോൾ എവിടെയും പോണ്ട. അയാളെ പേടിച്ച് നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താലേ നിനക്ക് ഓരോ അവസരങ്ങൾ കിട്ടുമെന്നാണെങ്കിലേ അതിൻ്റെ ഒരു ആവശ്യമില്ല, നിനക്ക് കഴിവുണ്ട്, അത് വെച്ച് നമുക്ക് മുന്നേറാം എന്നെല്ലാം ഡ്രൈമാൻ തൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് എങ്ങനെയുണ്ടാവും? ഭയങ്കരമായിട്ട് അവന് വിഷമിക്കുന്നുണ്ട്. കാരണം തൻ്റെ ഭാര്യയോട് ഒരു ഭർത്താവ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവനോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന വേറെ ആൾ വന്നിട്ട് ഹീറോയോട് പറയും, ഇനി നീ മാറിക്കോ, നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവൻ ഹെഡ്സെറ്റ് വാങ്ങി ചെവിയിൽ വെക്കുന്നതും ഇപ്പോൾ ഹീറോ അവിടെ നിന്ന് മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അവിടെ വന്നിരിക്കുമ്പോഴും ഹീറോയുടെ ചിന്ത എന്താണെന്ന് വെച്ചാലേ ക്രിസ്റ്റീന എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളതെന്നാണ്. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അതേ റെസ്റ്റോറൻറ്റിലേക്ക് ക്രിസ്റ്റീനയും വരുന്നു. അവളും വന്നിരുന്നിട്ട് അവൾക്കും എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ പുറകിലിരിക്കുന്ന ഹീറോയ്ക്കും അവളെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹീറോ രണ്ടും കൽപ്പിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് ക്രിസ്റ്റീനയുടെ മുന്നിൽ വന്നിട്ട് അവളുടെ ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ, മേഡം, ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധകനാണ്. നിങ്ങൾ അഭിനയിച്ച എല്ലാ നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ടാലന്റ് ഉണ്ട്. നിങ്ങൾ വലിയൊരു നിലയിലേക്ക് പോകാനുള്ളതാണ് എന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റീനാണെങ്കിലോ ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് അവൾ ഇറങ്ങി പോകുന്നതും ഹീറോയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ക്രിസ്റ്റീന ഇനി എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്? ആ മിനിസ്റ്ററിന്റെ അടുത്തേക്ക് പോവോ എന്നെല്ലാം ആലോചിച്ചിട്ട് അവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്ന് അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു കൊളീഗ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്യുമല്ലോ, അതെല്ലാം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അപ്പോഴാണ് ഹീറോയ്ക്ക് കുറച്ചെങ്കിലും സമാധാനാവുന്നത്. വേറൊന്നുമല്ല, ക്രിസ്റ്റീന ആ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് നേരെ പോയിട്ടുള്ളത് അവളുടെ വീട്ടിലേക്ക് തന്നെയാണ്. വീട്ടിൽ വന്ന ക്രിസ്റ്റീന ആണെങ്കിലോ അവളുടെ ഭർത്താവിനോടൊപ്പം ചേർന്ന് നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവർ രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും അവൾ ആ ഒരു മിനിസ്റ്ററിന്റെ വാക്ക് കേട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കാണുന്ന ഹീറോ സമാധാനപ്പെട്ട് എങ്ങനെയെങ്കിലും അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ആ ഒരു സമാധാനത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഡ്രൈമാന്റെ ഒരു സുഹൃത്ത് സൂയിസൈഡ് ചെയ്തു. അപ്പൊ ആ ഒരു മരണത്തിന്റെ ചടങ്ങില് പങ്കെടുക്കാനായിട്ട് ഡ്രൈമന് പോകുന്നുണ്ട്. ആ സുഹൃത്തിന്റെ മരണം അവന് നല്ല വിഷമമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പോകാനായിട്ട് വരുമ്പോഴാണ് അവിടെയുള്ള രണ്ട് എഴുത്തുകാരെ അവനെ വന്ന് പരിചയപ്പെടുന്നത്. ഇപ്പൊ അവര് വന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ സുഹൃത്തിന്റെ മരണം ഒരു സാധാരണ മരണമല്ല, അതിലെന്തൊക്കെയോ മിസ്റ്ററി ഒളിച്ചിരിപ്പുണ്ട്. കാരണം അവൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കി അതിനെപ്പറ്റിയെല്ലാം എഴുതിയതിന് ശേഷമാണ് ഇതുപോലൊരു മരണം അവന് സംഭവിച്ചത്. അതുകൊണ്ട് നമ്മളും അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്നൊരു പ്ലാൻ ചെയ്തിട്ട് ഇവരെല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുന്നു. അപ്പൊ ഈ കാര്യം നമ്മുടെ ഹീറോ ഇപ്പൊ കേൾക്കും. ഇപ്പോഴാണ് ഹീറോയ്ക്ക് താൻ ചെയ്യുന്ന ആ ഒരു ജോലിയിൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുന്നത്. ഇവരെന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ ടീമായിട്ട് അത് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടൈപ്പ് റൈറ്റർ മെഷീൻ ഡ്രൈമാന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് എഴുതിയത് എന്നുള്ള കാര്യം ഒരിക്കലും കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അതിനുശേഷം ഡ്രൈമാനും ഇവിടെ നടക്കുന്ന പ്രധാന ക്രൈമുകൾ, കുറ്റകൃത്യങ്ങൾ, അതിൽ ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനെപ്പറ്റി എഴുതാൻ തുടങ്ങുന്നു. അപ്പൊ ആ ഒരു മിനിസ്റ്റർ ഇവിടെയുള്ള ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ ഹീറോയും ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. അവിടെയാണ് ഹീറോ വേറൊരു കാര്യം ചെയ്യുന്നത്. ഹീറോ ഇപ്പൊ ഈ ഒരു റൈറ്ററിനെ ഒറ്റിക്കൊടുക്കാതെ ആ റൈറ്റർ എഴുതുന്ന പല കാര്യങ്ങളും ഹീറോ എഴുതത്തില്ല. ഹീറോ നേരെ തിരിച്ച് വേറെ കാര്യങ്ങളൊക്കെയാണ് അവന്റെ ഒഫീഷ്യൽസിനെ എഴുതി അയച്ചു കൊടുക്കുന്നത്. എന്താന്ന് വെച്ചാൽ ആ വീട്ടിലെ സാധാരണ കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല എന്ന്. ഇവിടെ ഡ്രൈമാനാണെങ്കിലോ തന്റെ ഭാര്യ ക്രിസ്റ്റീനും താൻ എഴുതുന്ന ആ ഒരു കാര്യങ്ങളൊന്നും അറിയാതിരിക്കാൻ വേണ്ടി അവൾ ജോലിക്ക് പോകുന്ന ആ ഒരു സമയങ്ങളിൽ മാത്രമാണ് അവനും എഴുതുന്നത്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഇത്രയും കാലം തന്റെ സർവീസിൽ സത്യസന്ധമായിട്ട് മാത്രം ഒരു കള്ളവും കാണിക്കാതെ ജോലി ചെയ്ത ഹീറോ ഇപ്പൊ ആ ഒരു റൈറ്ററിന് വേണ്ടി തെറ്റായിട്ടുള്ള റിപ്പോർട്ടാണ് മുകളിലേക്ക് അയച്ചു കൊടുക്കുന്നത്. കാരണം ഹീറോയ്ക്ക് അറിയാം ഈ റൈറ്റർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന്. എന്നിരുന്നാലും ഈ ഇന്റലിജൻസ് ടീം ഉണ്ടല്ലോ, അവർക്ക് ഈ റൈറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം റൈറ്റർ ഡ്രൈമാൻ ആ ഒരു ടൈപ്പ് റൈറ്റർ പെട്ടെന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം അത് ഒളിപ്പിച്ചു വെക്കുമ്പോൾ അവന്റെ ഭാര്യയായിട്ടുള്ള ക്രിസ്റ്റി അത് കാണും. പക്ഷേ തന്റെ ഭർത്താവ് താൻ അറിയാതെ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും അതെന്തായാലും ഒരു നല്ല കാര്യമായിരിക്കാം. അതുകൊണ്ട് അവളും അവനോട് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ അത് സീക്രട്ടായി തന്നെ ചെയ്ത് തീർക്കാൻ നോക്ക്, എനിക്കും അറിയണ്ട, ഞാനും അത് കാണാത്തതുപോലെ തന്നെ നടക്കാന്ന് പറയും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഡ്രൈമാൻ തന്റെ ആ ഒരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്യാണ്. അതിൽ ഈ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന തെറ്റുകൾ എല്ലാം ആ ബുക്കിലുണ്ട്.
ഇത് ജനങ്ങളെല്ലാം വായിക്കുമ്പോഴത്തേക്കും ആ നാട്ടിൽ തന്നെ ഭയങ്കരമായിട്ടൊരു മാറ്റം അത് കാരണം സംഭവിക്കുന്നു. ഇപ്പോൾ ഗവൺമെന്റിലുള്ള ഒഫീഷ്യൽസ്, ഹീറോയെ ഒരു ജോലിക്കെടുത്ത ആ ഒരു ഓഫീസർ, അവർക്കെല്ലാവർക്കും പെട്ടെന്ന് ഷോക്കായിപ്പോയി. ആരാണ് ഈ ഒരു ബുക്ക് എഴുതിയത്, അത് പബ്ലിഷ് ചെയ്തത് ആരാണ്, എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രെയ്മാൻ ആ സീക്രട്ട് ആയിട്ടുള്ള ടൈപ്പ് റൈറ്ററിൽ ഇത് ചെയ്തതുകൊണ്ട് അവനാണ് ഇത് ചെയ്തതെന്നുള്ള ആ ഒരു തെളിവ് ഇവർക്കാർക്കും കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷെ അവിടെയാണ് പ്രതീക്ഷിക്കാതെ മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഇതേ ടീമിലെ വേറൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള പോലീസുകാരനുണ്ടായിരുന്നു. അയാള് ആ ബുക്കിലെ ലെറ്റേഴ്സും അതേപോലെ തന്നെ ഇതെഴുതിയ രീതിയെല്ലാം വെച്ചിട്ട് ഇതൊരു പ്രത്യേകതരം ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ചിട്ടാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അതെന്തായാലും ഡ്രെയ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു എഴുത്തുകാരൻ തന്നെയായിരിക്കും അവന്റെ വീട്ടിൽ ഈ ഒരു ടൈപ്പ് റൈറ്റർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും എന്നെല്ലാം കണ്ടുപിടിക്കും. ഇപ്പൊ ഇത് സത്യമാണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർക്കുള്ള ഒരേ ഒരു ആയുധമാണ് ആക്ട്രസ് ആയിട്ടുള്ള ക്രിസ്റ്റി. അവളെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ തന്നെ ഇവിടെ ഇല്ലാണ്ടാവും. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അഭിനയിക്കാനോ ഒരു മൂവിയിലും നിങ്ങൾക്ക് അവസരം കിട്ടത്തില്ല. ഞങ്ങളുടെ ആ ഒരു പിടിപാട് നിങ്ങൾക്ക് അറിയാലോ എന്നെല്ലാം പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തി ഈ ബുക്ക് എഴുതിയത് നിന്റെ ഭർത്താവ് ഡ്രെയ്മാൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ക്രിസ്ത്യാനിക്ക് വേറെ വഴിയില്ല. അവൾ ചെയ്യുന്ന ആ ഒരു ജോലി അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവൾ തന്റെ ഭർത്താവിനെ ഒറ്റിക്കൊടുക്കും. അത് എന്റെ ഭർത്താവ് ഡ്രെയ്മാൻ തന്നെയാണ് ഈ ബുക്ക് എഴുതിയതെന്ന്. അപ്പൊ ആ ഒരു ടൈപ്പ് റൈറ്റർ എവിടെയാണെന്ന് ചോദിക്കും. കാരണം തെളിവില്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ ക്രിസ്ത്യാനി ആ ടൈപ്പ് റൈറ്റർ എവിടെയാണെന്ന് അറിയാം. പക്ഷെ ഒരിക്കലും അവൾ അത് മാത്രം പറഞ്ഞു കൊടുക്കത്തില്ല. അതറിയത്തില്ല എന്ന് തന്നെ പറയും. എത്ര ചോദിച്ചിട്ടും അവൾ പറയാത്തതുകൊണ്ട് ഇതിന് ഏറ്റവും പറ്റിയ ഒരാളാരാണ് ബെസ്റ്റ് ആയിട്ടുള്ള, അത് നമ്മുടെ ഹീറോ ആണ്. അതുകൊണ്ട് ക്രിസ്ത്യനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹീറോയെ കൊണ്ടുവരും. ഹീറോയ്ക്ക് ഇതിനു മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയാം. എന്നിരുന്നാലും അറിയാത്തതുപോലെ ഇവർ വിളിക്കുന്നത് കൊണ്ട് അവിടേക്ക് വരികയാണ്. ഇപ്പൊ അവന്റെ മേലധികാരി ഹീറോയോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് അവളുടെ വായിൽ നിന്ന് സത്യം പുറത്തു വരണം. വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജോലി നഷ്ടപ്പെടും എന്നാണ് അയാൾ പറയുന്നത്. അതേസമയം ഡ്രെയ്മാന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ആ ടൈപ്പ് റൈറ്റർ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി പോലീസുകാർ അവിടെയും വന്ന് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ വീട് മുഴുവൻ പരിശോധിച്ചിട്ടും അതെവിടെയാണെന്ന് മാത്രം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ വേറെ വഴിയില്ലാതെ ക്രിസ്ത്യനെ ചോദ്യം ചെയ്യാൻ തുടങ്ങാണ്. ഹീറോയ്ക്കുള്ള ആ ഒരു കഴിവ് എന്താണെന്ന് നമുക്കറിയാലോ. അതിലൂടെ തന്നെ അവൻ പല രീതിയിലും ചോദ്യങ്ങൾ ചോദിച്ച അവസാനം വേറെ വഴിയില്ലാതെ ക്രിസ്ത്യൻ ഹീറോയോട് പറഞ്ഞു കൊടുക്കും. ഇത് കാണുമ്പോഴത്തേക്ക് അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ ഹീറോയ്ക്ക് മാത്രം ഒരിക്കലും സന്തോഷമില്ല. അവന്റെ മനസ്സിൽ മുഴുവനായിട്ടും വിഷമം മാത്രമേ ഉള്ളൂ. അങ്ങനെ ക്രിസ്റ്റീനെ ഇത് ചെയ്തതുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ചീഫ് അവൾക്ക് ഇതിന്റെ സന്തോഷമായിട്ട് കുറച്ച് ഡ്രഗ്സ് കൊടുക്കുകയാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ സന്തോഷിക്കാൻ പറയും. അത് കഴിഞ്ഞ് ആ ഒരു ചീഫ് പറയുന്നത് നമ്മുടെ ഹീറോയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും നാൾ അവിടെ ഉണ്ടായിരുന്നിട്ട് ഹീറോ മാത്രം ഈ കാര്യം കണ്ടുപിടിച്ചില്ലേന്ന് ചോദിക്കും. അപ്പോൾ ഹീറോ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയെന്ന് പറയുന്നതും ഓക്കെ അതൊക്കെ പോട്ടെ, നമുക്ക് എന്തായാലും ആ ഒരു ടൈപ്പ് റൈറ്റർ അവിടെ നിന്ന് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് ഇവരെല്ലാവരും ഡ്രെയ്മാന്റെ വീട്ടിലേക്ക് വരികയാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. നമ്മുടെ ഹീറോ അവർ വരുന്നതിന് മുന്നേ തന്നെ ഈ വീട്ടിലേക്ക് വന്ന ആ ഒരു ടൈപ്പ് റൈറ്റർ എവിടെയാണെന്ന് മനസ്സിലാക്കി അത് അവിടെ നിന്ന് എടുത്തോണ്ട് പോയിരുന്നു. കാരണം ഈ ഒരു റൈറ്ററിനെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ അതെടുത്ത് ഹീറോ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് ഈ ഓഫീസേഴ്സ് എല്ലാം ഇവിടേക്ക് വരുന്നത്. അവരെല്ലാവരും പെട്ടെന്ന് വീടിനകത്തേക്ക് കയറുമ്പോൾ ഡ്രെയ്മാന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ ആ ഒരു ബുക്ക് എഴുതിയത്, ഞങ്ങൾക്കത് മനസ്സിലായി, ആ ടൈപ്പ് റൈറ്റർ കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്നും പറഞ്ഞ് എന്നിട്ട് അവൻ ആ ഒരു ടൈപ്പ് റൈറ്റർ ഒളിപ്പിച്ച സ്ഥലമുണ്ടല്ലോ അത് കണ്ടുപിടിച്ചത് തുറന്നു നോക്കുമ്പോഴത്തേക്കും ആ റൈറ്ററും പേടിച്ച് നിൽക്കാണ്, പിടിക്കപ്പെടുമെന്നുള്ള ഒരു പേടിയില്ലേ. പക്ഷേ തുറന്നു നോക്കുമ്പോൾ അവിടെ ആ ഒരു ടൈപ്പ് റൈറ്റർ ഇല്ല. അത് കാണുമ്പോൾ ഡ്രെയ്മാന് ഷോക്ക് ആവുന്നുണ്ട്. അതേസമയം വീട്ടിലുള്ള തന്റെ ഭാര്യയെ ഡ്രെയ്മാൻ നോക്കുന്നുണ്ട്. തന്റെ ഭാര്യ തന്നെയാണ് തന്നെ ഒറ്റിക്കൊടുത്തതെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവൻ വിഷമത്തോടെ തല കുനിക്കുമ്പോൾ ക്രിസ്റ്റി എന്താ ചെയ്യുന്നറിയോ, പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടും. അവനും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവൾ ഓടി റോഡിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും പെട്ടെന്നൊരു വണ്ടി വന്ന് അവളെ ഇടിച്ച് അവൾ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. ഇത് കണ്ട ഡ്രെയ്മാൻ ഓടി വന്ന് അവളെ എടുക്കുമ്പോഴത്തേക്കും അവൾ മരിച്ചിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കരയുന്ന ആ ഒരു കാര്യം ദൂരെ നിന്ന് നമ്മുടെ ഹീറോയും കാണുന്നുണ്ട്. ഇതുപോലെ സാധാരണ ഒരു കുടുംബത്തെ താൻ കാരണം ഇല്ലാണ്ടാക്കി എന്നുള്ള ആ ഒരു വിഷമമുണ്ടല്ലോ അത് ഹീറോയ്ക്കുണ്ട്. ഇപ്പോൾ ഡ്രെയ്മാൻ ക്രിസ്റ്റിയോട് പറയുന്നുണ്ട്, ക്രിസ്റ്റി കണ്ണു തുറക്ക്, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല, നീ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഒന്നും വിചാരിക്കില്ല എന്നല്ല പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യമില്ല, അവൾ മരിച്ചു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ആ റൈറ്റർ എഴുതിയ ആ ഒരു ടൈപ്പ് റൈറ്റർ കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട്, തെളിവില്ലാത്തതുകൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ആ ഒരു മിനിസ്റ്ററിനെ കാണുന്നത്. ഇപ്പൊ ആ ഒരു മിനിസ്റ്ററും സാധാരണ ഒരു ജീവിതമാണ് ജീവിക്കുന്നത്. കാരണം ഈ ഒരു ബുക്ക് എഴുതിയതിനു ശേഷം ഇവർ ചെയ്യുന്ന തെറ്റുകളെല്ലാം കാരണം അവനെ പദവിയിൽ നിന്ന് പുറത്താക്കി. അപ്പോഴാണ് ഡ്രെയ്മാൻ ഈ മിനിസ്റ്ററിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കണം. നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ ഒരുപാട് പേരുടെ വീട്ടിലെ അവർ ചെയ്യുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഒളിഞ്ഞു നോക്കാറുണ്ടല്ലോ, അത് ഒളിഞ്ഞു കണ്ടുപിടിക്കാറുണ്ട്. അതുപോലെ എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ചെയ്തില്ല? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുമ്പോൾ
ആ മിനിസ്റ്റർ പറയും, നിന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വേണമെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയും. പക്ഷെ നിന്റെ ഭാര്യ ഇപ്പോൾ ജീവനോടെ ഇല്ല. കാരണം ഇവൻ അത് ചെയ്തത് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാം. പക്ഷെ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നതും ഡ്രെയ്മാൻ പെട്ടെന്ന് ഷോക്ക് ആവുകയാണ്. കാരണം അവന്റെ വീടും ഇതുപോലെ ഇവര് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ആ കാര്യം മനസ്സിലാക്കി പെട്ടെന്ന് അവന്റെ വീട്ടിലേക്ക് ഓടി വന്നിട്ട് ഈ സീക്രട്ട് ആയിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ ഊരി നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ മൈക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അവൻ കണ്ടുപിടിക്കും. അപ്പൊ ഇതെല്ലാം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഡ്രെയ്മാനൊരു സംശയം, എന്തുകൊണ്ട് താൻ പിടിക്കപ്പെട്ടില്ല എന്ന്. അങ്ങനെ അതറിയാൻ വേണ്ടി ഇതുപോലെ സ്പൈ ആയിട്ടിരുന്ന് ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഫയലും കാര്യങ്ങളുള്ള ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് നമ്മുടെ ഹീറോ ആണല്ലോ ഇവന്റെ വീട്ടിൽ സ്പൈ ആയിട്ട് നിന്നിരുന്നത്, അതുകൊണ്ട് ഹീറോയുടെ ആ ഒരു ഫയൽ എടുത്തിട്ട് അതിൽ അവൻ കണ്ടുപിടിച്ച കാര്യങ്ങളിൽ എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കുമ്പോൾ ഡ്രെയ്മാൻ ചെയ്ത ഒരുപാട് കാര്യങ്ങളും ഹീറോ മാറ്റി എഴുതിയിട്ടുണ്ട്. വായിച്ചു തീരുമ്പോൾ അവന് മനസ്സിലാവുന്നത് തന്നെ ആരോ മനഃപൂർവ്വം രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു, അതാരാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ അതാരാണെന്ന് അറിയാൻ വേണ്ടി ആ ഫയൽ പരിശോധിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ഒരു സ്പൈയിന്റെ കോഡ് വാക്കാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഒരിക്കലും അവരുടെ പേരെഴുതത്തില്ല, പക്ഷേ ഹീറോയുടെ വിരലടയാളം അവിടെ പതിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാരാണെന്ന് കണ്ടുപിടിക്കണം. സത്യത്തിൽ നമ്മുടെ ഹീറോ ഒരു പാവം നല്ലവനായിട്ടുള്ള മനുഷ്യനെ ഒരിക്കലും ഈ മിനിസ്റ്ററിന്റെ കയ്യിൽ പെട്ടുപോരുത്. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ റൈറ്ററിനെ രക്ഷിക്കാൻ വേണ്ടി ഹീറോ ഇങ്ങനെയല്ല ചെയ്തത്. അതാരാണെന്ന് ഇപ്പോൾ ഈ റൈറ്ററിന് കണ്ടുപിടിച്ചേ മതിയാവും. അങ്ങനെ അവസാനം ആ ID നമ്പർ വെച്ച് നമ്മുടെ ഹീറോ ആരാണെന്നുള്ള കാര്യം ഈ റൈറ്റർ കണ്ടുപിടിക്കും. അങ്ങനെ ഹീറോയെ പറ്റി അന്വേഷിക്കുമ്പോഴാണ് 2 വർഷങ്ങൾക്ക് മുന്നേ ഹീറോയെ ആ ഒരു ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തെന്നും ഹീറോ ഇപ്പോൾ വേറെ ഏതോ ഒരു ഫാക്ടറിയിൽ സാധാരണ ഒരു ജോലിയാണ് ചെയ്യുന്നതെന്നും ഡ്രെയ്മാൻ മനസ്സിലാക്കും. അങ്ങനെ ഹീറോയെ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് ഹീറോ ചെയ്യുന്ന ആ ഒരു ജോലി ഒരു സാധാരണ മെയിൽമാനായിട്ടാണ് ഹീറോ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. തന്നെ സഹായിച്ച ഒരാളിപ്പോൾ ഇതുപോലൊരു ജോലിയാണ് ചെയ്യുന്നത് എന്ന് ആ റൈറ്ററും കാണുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ദൂരെ നിന്ന് കണ്ട ആ ഒരു റൈറ്റർ അത് കഴിഞ്ഞ് ഒരു 2 വർഷം കൂടി കഴിയുന്നു. ഇപ്പോൾ ഡ്രെയ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു റൈറ്റർ പുതിയൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റോറിലേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോ അവൻ എഴുതിയ ആ ഒരു പുതിയ ബുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി അതെടുത്ത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും അതിന്റെ പേര് തന്നെ ദി ഡെഡിക്കേഷൻ ഈസ് സിമ്പിൾ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് പേജ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിൽ ഹീറോയുടെ ആ ID ഉണ്ടല്ലോ, ID നമ്പർ അതാണ് എഴുതിയിട്ടുള്ളത്. ഇതിലൂടെ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി അത് തന്നെ പറ്റിയുള്ള തൻ്റെ ആ ഒരു ചരിത്രം ഉണ്ടല്ലോ അതാണെന്ന്. അപ്പോൾ ഹീറോ ചെയ്ത ആ ഒരു സാക്രിഫൈസ് ലോകത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ബുക്ക് ആ റൈറ്റർ എഴുതുന്നത്. കാരണം തൻ്റെ ജോലി തന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇല്ലാണ്ടാക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ഒരു ബുക്ക് ഹീറോ വായിക്കുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.